السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് എന്തെല്ലാം നന്മകൾ ലഭിക്കേണ്ടതായിട്ടുണ്ടോ അത് മുഴുവനും നമുക്ക് കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും അവിടെ നിന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തതായി ഹദീസുകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള വലിയ നിർദ്ദേശങ്ങൾ നൽകിയതായും ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരം ഒന്നാണ് ഭക്ഷണത്തിൽ ചൂടുള്ള ഭക്ഷണം, ചൂടുള്ള പാനീയം അത് നാം കഴിക്കുമ്പോൾ ആ ചൂട് തണുത്ത് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഊതി തണുപ്പിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. അതിലേക്ക് ശ്വാസം അയക്കുക ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അപ്രകാരം ചെയ്യുക വഴി വലിയ രോഗങ്ങളിലെ അടിമകളായി മാറാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് രോഗമുള്ള ആളുകളൊക്കെയാണ് എങ്കിൽ ആ രോഗമുള്ള അവസ്ഥയിൽ ചൂടുള്ള വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്കൊക്കെ ഊതുക വഴി ശരീരത്തിലുള്ള രോഗാണുക്കൾ ആ ഭക്ഷണത്തിലേക്ക് അള്ളിപ്പിടിക്കുകയും പിന്നീട് നാം അത് ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് അതിനാൽ വലിയ അപകടങ്ങൾ വന്നു ചേരാൻ സാധ്യതകൾ ഏറെയാണല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും അതിലേക്ക് നിങ്ങൾ ഊതരുത്, അത് ഊതി തണുപ്പിക്കരുത്, അതിലേക്ക് ശ്വാസം വിടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഹാനായി ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന നിർദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നഫ്ഖി ഫിത് ത്വആമി വശറാബ്. ഭക്ഷണത്തിൽ പാനീയങ്ങളിൽ ഊതുന്നതിനെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്രകാരം നിങ്ങൾ ചെയ്യരുത് എന്ന് അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും നാം നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇരുന്നു കൊണ്ടായിരിക്കണം നാം ഭക്ഷണം കഴിക്കേണ്ടത്, ഇരുന്നു കൊണ്ടായിരിക്കണം നാം വെള്ളം കുടിക്കേണ്ടത്. അത് സംസം വെള്ളമാണെങ്കിൽ പോലും ഇരുന്നു കൊണ്ട് നാം കുടിക്കുക. സംസം വെള്ളം എന്തൊരുദ്ദേശം വെച്ച് കഴിക്കുന്നുവോ അത് ആ ഉദ്ദേശം നിറവേറിക്കിട്ടാൻ വളരെയധികം സഹായകമാകുന്ന ഒന്നാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നല്ല നിയ്യത്തോടുകൂടെ എന്തൊരുദ്ദേശമാണ് മനസ്സിൽ കരുതുന്നതെങ്കിൽ ആ കരുത്തോടുകൂടെ ഇരുന്നു കൊണ്ട് ആയിരിക്കണം നാം വെള്ളം കുടിക്കേണ്ടത്. എന്നാൽ ഇരുന്നു കൊണ്ട് തന്നെ കുടിക്കണം, നിന്ന് കുടിക്കൽ ഹറാമാണ് എന്നതിനർത്ഥമില്ല. കാരണം പല സമയങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബിമാർ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ഇരുന്ന് കുടിക്കൂ നിർദ്ദേശം നൽകിയതായും കാണാം. ഇത്തരം ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കേണ്ടത്, വെള്ളം കുടിക്കേണ്ടത് ഇരുന്നു കൊണ്ടാണ്. അതാണ് അതിൻ്റെ ശരിയായ രീതി, ഏറ്റവും അഫ്ളലായ രീതി. കാരണം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് നമ്മുടെ കുടലിലേക്ക് വെള്ളം ശക്തമായി ഒഴുകിയാൽ അതുകൊണ്ട് കുടലിന് വലിയ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അപ്രകാരം നിന്നു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിന്നു കുടിക്കൽ ഹറാമാണെന്നതിനർത്ഥമില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് അപ്രകാരം അനുവദനീയമാണെന്ന് അറിയിക്കാൻ വേണ്ടി പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചതായും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇവ അറിയിക്കുന്നത് നിന്നു കുടിക്കൽ ഹറാമല്ല, നേരെ മറിച്ചത് ഒഴിവാക്കുകയാണ് വേണ്ടത്, അത് കറാഹത്തായി മാറും എന്നതിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് മഹാന്മാർ ചർച്ച ചെയ്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സാഹചര്യത്തിലും എല്ലാം നിലക്കും പിൻപറ്റാനുള്ള വലിയ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.